ഐ വാണ്ട് യു ടു ഇമാജിൻ ദാറ്റ് യു ആർ എ ബേർഡ്. നിങ്ങളൊരു കുരുവിയാണ്, നിങ്ങളൊരു ബേർഡാണ്. ആൻഡ് നിങ്ങളൊരു കൂട്ടിനുള്ളിൽ അടച്ചിട്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കുന്നവർ, നിങ്ങൾക്ക് ഫുഡ് തരുന്നവർ നിങ്ങളൊരു കൂട്ടിനുള്ളിൽ അടച്ചിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അവർ ഫുഡും കാര്യങ്ങളെല്ലാം തരുന്നുണ്ട്. പക്ഷേ നിങ്ങളവിടെ അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ ഹൗ ഡു യു ഫീൽ? നിങ്ങൾക്ക് എന്താണ് തോന്നുക? എപ്പോഴെങ്കിലും ആ കേജ് ഓപ്പണായാൽ ഞാൻ പറന്നു പോകും. ഐ വിൽ ഫ്ലൂ അവേ ആൻഡ് നെവർ ലുക്ക് ബാക്ക്. ഞാൻ പിന്നെ തിരികെ ഇങ്ങോട്ട് വരില്ല. ഇങ്ങനെ ഒരു കൂട്ടിനുള്ളിൽ അടച്ചിടാനാണെങ്കിൽ ഞാൻ തിരികെ ഇങ്ങോട്ട് വരില്ല. അതേസമയം നിങ്ങൾ ബേർഡ് ആകുമ്പോൾ തന്നെ നിങ്ങൾ നോക്കുന്നവർ ഒരു കൂട്ടിനുള്ളിലല്ല അടച്ചിട്ടിരിക്കുന്നത്. നിങ്ങൾ ഇൻഡിപെൻഡൻ്റായി വിടുകയാണ്, ഓവർ ഇൻഡിപെൻഡൻ്റ് അല്ല. ഫുഡെല്ലാം കൊടുക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ഒരു സ്നേഹം കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മേലുള്ള വിശ്വാസത്തിൽ നിങ്ങളെ പുറത്ത് കഴിച്ചു വിടുകയാണ്. ആ ഒരു ബേർഡായി നിങ്ങൾ പറന്നു പോവുകയാണ്. പക്ഷെ നിങ്ങൾ തിരികെ വരും. ആ ഒരു സ്നേഹത്തിന് വേണ്ടി, ആ ഒരു വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ തിരികെ വരും. അതേപോലെ തന്നെ പാരൻറ്റിങ് ചെയ്യുമ്പോൾ നിങ്ങൾ മക്കളെ പിടിച്ച് വെക്കുകയാണ്. ഒരു ഇതിനും ഇത് വിടില്ല. ഭയത്താൽ, ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, പേടിയുണ്ട്. ഇങ്ങോട്ട് പോയാൽ എന്തെങ്കിലും പറ്റുമോ, എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയത്തിൽ പിടിച്ച് വെക്കുകയാണെങ്കിൽ ഒരു ടൈം വരും. വെൻ ദി ടൈം കംസ് ദേ വിൽ ഫ്ലൂ അവേ ആൻഡ് നെവർ ലുക്ക് ബാക്ക്. അവർ പോയാൽ തിരികെ വരില്ല. കാരണം അവരപ്പോഴാണ് വേൾഡ് എക്സ്പ്ലോർ ചെയ്യുന്നത്, അവരപ്പോഴാണ് വേൾഡിനെ കാണുന്നത്. അപ്പോൾ അവർക്ക് തിരികെ വരാൻ തോന്നില്ല. അതേസമയം നിങ്ങളുടെ സ്നേഹത്തോണ്ടും നിങ്ങളുടെ വിശ്വാസത്തോണ്ടുമാണ് നിങ്ങളെ കുട്ടികൾ നോക്കുന്നതെങ്കിൽ അവർ പോയാലും ആ ഒരു സ്നേഹം തേടി ദേ വിൽ ക്രേവ് ഫോർ ദറ്റ് ലവ്, ഫോർ ദി പാരൻറ്റിങ് ലവ്. അതിന് വേണ്ടി അവർ തിരിച്ചു വരും. ആൻഡ് ഫൈനലി ഇത് ഞാൻ പറയുന്നത് ഒരു പാരൻ്റ് ആയതുകൊണ്ടല്ല, ഒരു ഡോട്ടർ ആയതുകൊണ്ടാണ്.